ഇന്നിപ്പോൾ പോകുന്നത് നമ്മുടെ VS അടക്കം ചെയ്ത വലിയ ചുടുകാട് വരെയാണ്. കഴിഞ്ഞ ദിവസം VS വീടിന്റെ അവിടെ പോയൊന്ന് കാണാൻ സാധിച്ചായിരുന്നു. അടക്കം ചെയ്ത വലിയ ചുടുകാട്ടില് ജനങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കും ഒന്ന് പോകണമെന്ന് തോന്നി. ഈ VS പോലുള്ളവരെ കുറിച്ചുള്ള കഥകളും കാര്യങ്ങളും കേട്ടിട്ടാണ് ഞാനും ഒക്കെ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയത്. കോളേജിൽ പഠിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് +2 തുടങ്ങിയ സമയം മുതൽ ഞാൻ SFIയുടെ പ്രവർത്തകനായിട്ട് തുടങ്ങിയതാണ്. അന്നേരം VS ഒക്കെ ആയിരുന്നു നമുക്കൊരു ഊർജ്ജമായിട്ട് നിന്നിരുന്നത്. VS പഴയ പല കഥകളും എല്ലാം കേട്ടാണ് പുള്ളിയോട് ഒരു ആരാധന തോന്നി. ഇന്നിപ്പോ നിലവിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ നല്ലതായിരിക്കാം, പക്ഷെ നേതാക്കന്മാരായിട്ടിരിക്കുന്ന പലരും അതൊരു വ്യവസായമായിട്ട് കൊണ്ടു നടക്കുക. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കമ്മ്യൂണിസത്തെയും വ്യവസായമായി കാണാത്ത ഒരു നല്ലൊരു നേതാവും, പിന്നെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല സുഖങ്ങൾക്കും അല്ലെങ്കിൽ പല സുഖങ്ങളും നേടിത്തന്ന ഒരു നേതാവ് എന്ന നിലയ്ക്കും നമുക്ക് VS ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഈ കക്ഷി രാഷ്ട്രീയം പോലും നോക്കാതെയാണ് VS പലരും സ്നേഹിക്കുന്നത്. കാരണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു മുഖ്യമന്ത്രി ആയിരുന്നിട്ട് പോലും, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അഹങ്കാരങ്ങളും കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നിട്ട് പോലും കാണിച്ചിട്ടില്ല പുള്ളി ഇതുവരെ. അപ്പം പുന്നപ്പറക്കാർക്ക് പുള്ളി അത്രയും ഏറെ പ്രിയപ്പെട്ടവനാണ്. ഞാൻ ഈ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിയെ നേരിട്ട് കാണാൻ ഇടയായിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് സംസാരിക്കാനും ഇടയായിട്ടുണ്ട്. പിന്നെ കാണുന്നത് ഇപ്പം വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ചേതനേറ്റ നിലയിലാണ് കാണുന്നത്. അപ്പം അത് മനസ്സിന് ഒരുപാട് ദുഃഖം ഉണ്ടാക്കിയൊരു കാര്യമാണ്. എന്താ പറയാ, ഈ 90 കഴിഞ്ഞൊരു പാർട്ടിക്ക് 100 കഴിഞ്ഞൊരു നേതാവ് എന്ന് പറയുമ്പോഴത്തേക്കും അത് പുള്ളിയിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും പുള്ളിയെ കണക്കാവത്തില്ല. വലിയ ചുടുകാടി ചെന്നതിന് ശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യും. സഹനം സമരം കനൽ ജ്വാല തെളിയുന്ന വഴികൾ പറയും നായകൻ നീ. രുതിരം പടരും ഉന്നപ്രവയലാറിൻ കണ്ടായി കരളായി. ശരിക്കും VS വിജയിച്ചു, ജീവിതത്തിലും മരണത്തിലും. ഇന്ന് അദ്ദേഹം മരണത്തെയും തോൽപ്പിച്ച് ആർക്കും അസൂയ തോന്നിക്കുന്ന വിധം ജനങ്ങളുടെ മനസ്സിൽ നായകനായി മരണത്തെ തോൽപ്പിച്ച് ധീര കമ്മ്യൂണിസ്റ്റായി മാറിയിരിക്കുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകാംഗവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന സഖാവ് P കൃഷ്ണപിള്ളയിൽ നിന്നും മെമ്പർഷിപ്പ് എടുത്താണ് സഖാവ് VS പാർട്ടിയിലേക്ക് വരുന്നത്. 1964 CPI ദേശീയ കൗൺസിലിൽ നിന്നും ഇറങ്ങിപ്പോയി CPM എന്ന പാർട്ടി രൂപീകരിച്ച 32 പേരിൽ ജീവിച്ചിരിക്കുന്ന അവസാനത്തെ വ്യക്തിയും കൂടിയാണ് ചരിത്രമായി മാറിയിരിക്കുന്നത്. 54 വർഷത്തെ CPM ചരിത്രത്തിലെ ഒരു അധ്യായം VS അച്യുതാനന്ദൻ്റെ വിയോഗത്തോടെ പൂർണ്ണമാകുന്നു. എന്തിനും പ്രതികരിക്കാൻ ചങ്കുറപ്പുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. സ്വന്തം പാർട്ടി അവിശുദ്ധ സന്ധികളിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ പോലും മുഖം നോക്കാതെ പ്രതികരിച്ചൊരു വ്യക്തിയും കൂടിയായിരുന്നു സഖാവ് VS. സഖാവ് VSന് എൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരു ലാൽ സലാം സഖാവേ. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. VS ഇന്നും ജനമനസ്സിൽ അസ്തമിക്കാത്ത ചുവന്ന സൂര്യനായി നിലകൊണ്ടുകൊണ്ടേയിരിക്കും.